എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പുതിയ ചാപ്റ്റർ സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് അഥവാ സമചതുരങ്ങളും മട്ട ത്രികോണങ്ങളും. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്കറിയാം നമ്മുടെ ക്രിസ്മസ് പരീക്ഷ എല്ലാവർക്കും വളരെ എളുപ്പമാണെന്ന് അറിയാൻ കഴിഞ്ഞു. പലർക്കും അതിൻ്റെ ആൻസർ പേപ്പറൊക്കെ കിട്ടി അല്ലേ? എല്ലാവരും തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. പലരും ഫുള്ള് കിട്ടി എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയവർ അത് നിലനിർത്താൻ തന്നെ ശ്രമിക്കുക. അതുപോലെ അബദ്ധത്തിൽ 1-2 തെറ്റുവരുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങാം. എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകളൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മുടെ പേര് പോലെ തന്നെ സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും അല്ലേ? അപ്പോൾ സമചതുരങ്ങളെക്കുറിച്ചും മട്ടത്രികോണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഒരു ചതുരം അതായത് ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കാണുക എന്നറിയാം അല്ലേ? ഇപ്പൊ നമുക്ക് നീളവും വീതിയും തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇതിന്റെ നീളം ഒരു 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക, ഇതിന്റെ വീതി ഒരു 3 സെന്റിമീറ്റർ. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കാണാം? ഇതിന്റെ പരപ്പളവ് ഏരിയ ഈക്വൽ ടു 5 × 3 അല്ലെ? നീളം ഇൻറ്റു വീതി ഈക്വൽ ടു 15 സ്ക്വയർ സെന്റിമീറ്റർ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ഇനി ഇത് എന്താണ്? ഒരു സ്ക്വയർ ആണ്, അതായത് സമചതുരം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളും തുല്യമായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു വശത്തിന് ഇപ്പോൾ 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതും 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ നീളവും വീതിയും ഒക്കെ തുല്യമായിരിക്കും. അപ്പോൾ ഇതിന്റെ ഏരിയ നമ്മൾ എങ്ങനെയാണ്? അപ്പോൾ ഇവിടെയും നീളം ഇൻറ്റു വീതി തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഏരിയ നീളം ഇൻറ്റു വീതി, അതായത് 5 × 5. ഇനി ഈ 5-ന് പകരം ഇപ്പോൾ ഒരു 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ത് വരും? 3 × 3 വരും അല്ലേ? 3 × 3 വരും. ഇനി ഇതൊരു 1/2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ നീളം 1/2 സെന്റിമീറ്റർ, വീതിയും 1/2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഏരിയ ഈക്വൽ ടു 1/2 × 1/2 അല്ലെ? നീളം ഇൻറ്റു വീതി, അതായത് 1/2 × 1/2. അപ്പൊ എല്ലാവർക്കും ഓർമ്മയുണ്ട്, നമ്മളൊരു റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊരു പറഞ്ഞല്ലേ? 8ാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു അല്ലെ? നമ്മൾ പഠിച്ചിരുന്നു. അതിൽ നമുക്കറിയാം. ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, 5 × 5. അതിന് നമ്മൾ എന്താ പറയാ? 5 × 5 എന്ന് പറഞ്ഞാൽ 5 2 പ്രാവശ്യം അല്ലെ? അതായത് 5 സ്ക്വയർ നമ്മൾ പറയും. ഓർമ്മയില്ലേ? ഇനി 3 × 3 നമ്മൾ എന്ത് പറയും? 3 സ്ക്വയർ. 1/2 × 1/2 എന്ന് പറഞ്ഞാലോ 1/2 സ്ക്വയർ അല്ലെ? ഓൾ സ്ക്വയർ. അപ്പൊ നമുക്ക് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 അതായത് 25. ഇവിടെ ആണെങ്കിൽ 3 × 3 9. ഇവിടെ 1/2 × 1/2 എന്ന് പറഞ്ഞാൽ ആദ്യം 1ന്റെ സ്ക്വയർ, അപ്പൊ 1/2ന്റെ സ്ക്വയർ 4. അപ്പൊ ഇത്രയും സ്ക്വയർ സെന്റിമീറ്റർ ആണ് നമുക്ക് ഏരിയ ആയി കിട്ടുന്നത് അല്ലേ? ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ സ്ക്വയറിന്റെ ഏരിയ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഏരിയ കാണാൻ എന്ത് ചെയ്തു? ഇതിന്റെ ഒരു സൈഡ്, അതായത് 5ന്റെ എന്ത് കണ്ടു? നമ്മൾ 5ന്റെ സ്ക്വയർ കണ്ടു അല്ലേ? അതായത് 5ന്റെ വർഗം കണ്ടു. ഇപ്പൊ 3 സെന്റിമീറ്റർ ആയപ്പോൾ 3ന്റെ വർഗം കണ്ടു. 1/2 സെന്റിമീറ്റർ ആയപ്പോൾ 1/2യുടെ വർഗം കണ്ടു അല്ലേ? അതായത് ഒരു സ്ക്വയറിന്റെ, അതായത് ഒരു സമചതുരത്തിന്റെ ഏരിയ, അതായത് പരപ്പളവ് കണ്ടുപിടിക്കാൻ നാം എന്ത് ചെയ്താൽ മതി? ഒരു സൈഡിന്റെ, ഒരു വശത്തിന്റെ നീളത്തിന്റെ എന്ത് കണ്ടാൽ മതി? അതിന്റെ വർഗം അഥവാ അതിന്റെ സ്ക്വയർ നമ്മൾ കണ്ടാൽ മതി. അപ്പൊ നമുക്ക് ഒരു വശത്തിന്റെ നീളം കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലെ? ഇനി നമുക്ക് നേരെ തിരിച്ച് പരപ്പളവ് തന്നിട്ടുണ്ട്. നാം എങ്ങനെയാണ് ഒരു വശത്തിന്റെ നീളം കാണുക? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഏരിയ, ഒരു സ്ക്വയറിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. അത് പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട് 16 സ്ക്വയർ സെന്റിമീറ്റർ. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മോട് പറയാണ് ഇതിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര, അല്ലെങ്കിൽ ഇത് 16 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു സമചതുരം നമുക്ക് വരയ്ക്കണം അല്ലെ? അപ്പൊ സമചതുരം വരയ്ക്കൽ നമുക്ക് എന്ത് വേണം? ഒരു വശത്തിന്റെ നീളം കിട്ടണം അല്ലെ? അതായത് നമ്മൾ ഒരു വശത്തിന്റെ നീളം ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാല് എന്താണ്? ഈ വശത്തിന്റെ സ്ക്വയർ ആണ് അല്ലെ? അപ്പോൾ അതായത് വശത്തിന്റെ നീളത്തിന്റെ വർഗമാണ് ഏരിയ. അപ്പൊ നമുക്ക് തിരിച്ച് ഈ വശത്തിന്റെ നീളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഏത് സംഖ്യയുടെ വർഗമാണ്, അല്ലെങ്കിൽ ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് 16 എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വശത്തിന്റെ നീളം കിട്ടും. ഇവിടെ നോക്കിയാൽ 5 സെന്റിമീറ്റർ ആണ് നീളം. അപ്പൊ 5 സെന്റിമീറ്റർ ഉള്ളപ്പോൾ അതിന്റെ ഏരിയ നമുക്ക് 25 കിട്ടി അല്ലെ? അപ്പൊ 25 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയറിന്റെ നീളം എത്രയാണ്? ഏത് സംഖ്യയുടെ വർഗമാണ് 25? 5ന്റെ വർഗം അല്ലെ? അപ്പൊ 5 ആണ് ഒരു വശത്തിന്റെ നീളം. ഇവിടെയാണെങ്കിലോ 3ന്റെ വർഗമാണ് 9 അല്ലെ? അപ്പൊ 3 ആണ് ഒരു വശത്തിന്റെ നീളം. അപ്പൊ അതുപോലെ ഇവിടെ ഏതിന്റെ വർഗമാണ് 16 എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × 4 അല്ലെ? 4 × 4 ആണ് 16. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്?
ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 4 × 4 16. അതായത് 4 × 4 4 സ്ക്വയർ ഈക്വൽ ടു 16. അപ്പോൾ 4ൻ്റെ വർഗ്ഗമാണ് 16. അപ്പോൾ നമ്മൾ തിരിച്ച് പറയുകയാണെങ്കിൽ 16ൻ്റെ എന്തായിരിക്കും 4? ഇപ്പം നമ്മൾ ഉദാഹരണത്തിനൊക്കെ ഇപ്പോൾ ഒരു കുട്ടി, ആര്യയുടെ അച്ഛനാണ് വിനോദാണെന്ന് വിചാരിക്കുക. ആര്യയുടെ അച്ഛനാണ് വിനോദ്. അങ്ങനെയാണെങ്കിൽ വിനോദിൻ്റെ മകളാണ് ആര്യ അല്ലേ? അപ്പോൾ വിനോദിൻ്റെ മകളാണ് ആര്യ, ആര്യയുടെ അച്ഛനാണ് വിനോദ്. അതുപോലെ നോക്കിയേ 4ൻ്റെ സ്ക്വയർ ആണ് 16. അപ്പോൾ 16ൻ്റെ എന്താണ് 4? അപ്പോൾ നമ്മൾ ഇവിടെ പറയും 16ൻ്റെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, 16ൻ്റെ സ്ക്വയർ റൂട്ട് ഇങ്ങനെയാണ് നാം പറയുക. അതായത് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ വർഗ്ഗമൂലം. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ 16ൻ്റെ വർഗ്ഗമൂലമാണ് 4, അല്ലെങ്കിൽ 16ൻ്റെ സ്ക്വയർ റൂട്ടാണ് 4 എന്നാണ് നാം പറയുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ വർഗ്ഗമൂലം നമ്മൾ സാധാരണ എഴുതാൻ ഒരു ചിഹ്നം ഉപയോഗിക്കും. ഏതാണ് ചിഹ്നം? ഇങ്ങനെ ഇട്ടിട്ടൊരു ചിഹ്നം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താണ്? സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗ്ഗമൂലം. അപ്പോൾ നമ്മളിപ്പോൾ 16ൻ്റെ കണ്ട 16 ഇങ്ങനെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ 16 ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 16, അതായത് 16ൻ്റെ വർഗ്ഗമൂലം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ 16ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 4. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ബന്ധം നോക്കിയേ, 4ൻ്റെ വർഗ്ഗമാണ് 16, 16ൻ്റെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗ്ഗമൂലമാണ് 4. ഇനി ഈ 16ന് പകരം 25 ആയിരുന്നു വിചാരിക്കാം. 25 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? നമുക്കറിയാം 5 × 5 അല്ലേ? 5 × 5 ആണ് 25. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? 25ൻ്റെ സ്ക്വയർ റൂട്ട് അല്ലേ? അപ്പോൾ 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 5. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ ഒരു വശത്തിൻ്റെ നീളം വരിക. അപ്പോൾ നമുക്ക് ഒരു വശത്തിൻ്റെ നീളം കിട്ടിയാൽ സ്ക്വയർ വരയ്ക്കാം അല്ലേ? അപ്പോൾ നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് സ്ക്വയർ വരയ്ക്കാം. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അതായത് ഇപ്പോൾ നോക്കിയാൽ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ? അതായത് 4ൻ്റെ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ എന്താ? ഈ സ്ക്വയർ പോവും, ഇത് പോവും. കണ്ട, ഇവിടെ റൂട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ സ്ക്വയർ പോവും. ഇനി 3 സ്ക്വയർ എന്ന് വെച്ചാൽ 3 × 3 എത്രയാണ്? 9. അപ്പോൾ റൂട്ട് 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏത് സംഖ്യ 2 പ്രാവശ്യം ഗുണിച്ചാലാണ് 9 കിട്ടുക? 3 അല്ലേ? അതേപോലെ 4 സ്ക്വയർ ഈക്വൽ ടു 16. അപ്പോൾ റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെറിയ സംഖ്യകളൊക്കെ പെട്ടെന്ന് നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അതേസമയം കുറച്ച് വലിയ സംഖ്യയാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് അതിൻ്റെ വർഗ്ഗമൂലം എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് 225 ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ അതായത് പരപ്പളവ് ഈക്വൽ ടു 225 സെൻറ്റിമീറ്റർ സ്ക്വയർ, ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും ഏരിയ ഉള്ള ഒരു സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്തും. അപ്പോൾ ചെറിയ സംഖ്യ ആണെങ്കിൽ ഇപ്പോൾ 100 ആണെങ്കിൽ നമുക്കറിയാം 10 അല്ലേ? അല്ലെങ്കിൽ 64 ആണെങ്കിൽ 8 × 64 അപ്പോൾ 8. അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാം. പക്ഷേ 225 കുറച്ചും കൂടി വലിയ സംഖ്യയാണ് അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ പറയുന്നത്? എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക്? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യണം, അതായത് ഘടകങ്ങളാക്കണം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതേ രൂപത്തിൽ തന്നെ ഇവിടെ നമുക്ക് ചെയ്യാം. ഇപ്പം എങ്ങനെ ചെയ്യാൻ നോക്കിയാൽ 225 ഇവിടെ ഓഡ് നമ്പറാണ് അല്ലേ? ഇതൊക്കെ നമ്മൾ മുമ്പ് വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട്. ഓഡ് നമ്പറാണ്, അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ അറിയാം? ഇപ്പോൾ നമ്മൾ കൂട്ടി നോക്കാം അല്ലേ? അപ്പോൾ 2 × 2 4, 4 × 5 9, 9 ആണ് നമുക്ക് കിട്ടിയത്. 9നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3 2ൽ പോവില്ല, 22ൽ 7 3 21, ബാക്കി ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 15ൽ 3 15. ഇനി വീണ്ടും നോക്കിയാൽ ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 5 12, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2 പ്രാവശ്യം. പിന്നെ ഇവിടെ 15 3 15. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ വേഗത്തിൽ ചെയ്തു പോകുന്നത്. ഇനി നമുക്ക് 5 കൊണ്ട് പറ്റില്ല അല്ലേ? 3 കൊണ്ട് പറ്റില്ല. 5 25. അപ്പോൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ വേണം ഇവർ നമ്മൾ ജോഡികളാക്കണം. ജോഡികളാക്കുന്ന പറഞ്ഞാൽ ഒരേ സംഖ്യകൾ 2 എണ്ണം ഉണ്ടെങ്കിൽ അതിനൊരു ജോഡി. ഇപ്പോൾ 5 2 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ അതൊരു ജോഡി. 3 2 എണ്ണം അതൊരു ജോഡി. അപ്പോൾ ഇവിടെ ഏരിയ 225 അല്ലേ? അപ്പോൾ 225 നമുക്ക് എന്ത് എഴുതാം? 2 3 ഉണ്ട് അല്ലേ? അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു 2 5 5 സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ 3 × 5 ഹോൾ സ്ക്വയർ അല്ലേ? 2നും 2 തന്നെയാണ് സ്ക്വയർ, 2 തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ 3 × 5 ഹോൾ സ്ക്വയർ എന്ന് എഴുതും അല്ലേ? ഇനി നോക്കിയാൽ 3 × 5 എത്രയാണ്? 3 × 5 15 അല്ലേ?
അപ്പോൾ 15ൻ്റെ സ്ക്വയർ. അപ്പോൾ 225 എന്ന് പറഞ്ഞാൽ 15 സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് 225 എത്രയായിരിക്കും? റൂട്ട് 225 സീക്വൽ ടു എന്ത് പോവും? ഈ സ്ക്വയർ പോവും അല്ലേ, അതായത് 15. അപ്പോൾ നമുക്ക് ഏരിയ 225 കിട്ടി. അപ്പോൾ നമ്മൾ ഒരു വശത്തിൻ്റെ നീളം കിട്ടണമെങ്കിൽ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. റൂട്ട് 225 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 സെൻറ്റിമീറ്റർ അല്ലേ. ഇനി നമുക്ക് തന്നിട്ടുള്ള ഏരിയ ഇപ്പോൾ 225 പകരം ഇപ്പോൾ ഒരു 144. ഇപ്പോൾ ഏരിയ പരപ്പളവ് നമുക്കൊരു 144 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വശത്തിൻ്റെ നീളം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതേപോലെ തന്നെ ചെയ്യാം. 144 ഘടകങ്ങളാക്കാം അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് എത്ര? 7 7 14. അപ്പോൾ ബാക്കി 72 കിട്ടി. നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 2 6 3 12 6. ഇനി വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 16 8. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 അല്ലേ. വീണ്ടും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3 × 3 9. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ അല്ലേ, ഈ രണ്ടെണ്ണത്തിൻ്റെ ഗ്രൂപ്പ് ആക്കുക. അപ്പോൾ 2 2 ദേ ഇവിടെ 2 എണ്ണം അല്ലേ, ഇവിടെയും 2 2 ഗ്രൂപ്പ്. ഇവിടെ 3 × 3. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? സീക്വൽ ടു, അതായത് 144 നമുക്ക് 144 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ അല്ലേ, അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഹോൾ സ്ക്വയർ അല്ലേ. എല്ലാത്തിനും സ്ക്വയറാണ്. അപ്പോൾ ഹോൾ സ്ക്വയർ. അപ്പോൾ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 12, അതായത് 12 സ്ക്വയർ. അപ്പോൾ 144 12 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വശത്തിൻ്റെ നീളം കിട്ടണം, അതായത് റൂട്ട് കണ്ടുപിടിക്കണം. റൂട്ട് 144 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 12 അല്ലേ. അപ്പോൾ ഈ സ്ക്വയർ പോയിട്ട് ബാക്കി 12. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 149 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതൊന്ന് വേഗം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ചോദ്യം. നമുക്ക് ഇതിൻ്റെ പരപ്പളവ്, അതായത് ഏരിയ തന്നിട്ടുണ്ട്. ഒരു സ്ക്വയറിൻ്റെ സമചതുരത്തിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഏരിയ എത്രയാണ് ഇവിടെ? 49 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ പഠിച്ചു ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ആ വശത്തിൻ്റെ, അതിൻ്റെ വശത്തിൻ്റെ സ്ക്വയർ അല്ലേ, അതായത് വർഗം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വശം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് അല്ലേ, അതായത് വർഗ്ഗമൂലം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ വശത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ 49 ഏരിയ അല്ലേ. അപ്പോൾ 49നെ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? 7 × 7 അല്ലേ. 7ൻ്റെ വർഗ്ഗമാണ് 49. അതായത് 7 × 7 എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ. അപ്പോൾ നമുക്കൊരു വശത്തിന് നീളം കിട്ടാൻ എന്ത് വേണം? ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം അല്ലേ, വർഗ്ഗമൂലം കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സൈഡ് നമുക്ക് എന്തെങ്കിലും കിട്ടും? സൈഡിൻ്റെ നീളം ഇസ് ടു റൂട്ട് 49. 49ൻ്റെ റൂട്ട് നമ്മൾ കണ്ടാൽ മതി. എത്രയാണ്? 7 സ്ക്വയർ ആണ് 49 അല്ലേ. അപ്പോൾ റൂട്ട് 49 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സ്ക്വയർ പോകും അല്ലേ. അപ്പോൾ 7, അതായത് 7നെ 2 പ്രാവശ്യം ഗുണിച്ചാലാണ് നമുക്ക് 49 കിട്ടുക അല്ലേ. അപ്പോൾ ഒരു സൈഡിൻ്റെ നീളം എത്രയായിരിക്കും? 7 സെൻറ്റിമീറ്റർ. അതായത് ഏത് സംഖ്യയെ 2 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 49 കിട്ടാൻ നോക്കാം. 7 അല്ലേ, അത്രയുള്ള കാര്യം. ഇനി രണ്ടാമത്തത് എന്താണ്? 169. അപ്പോൾ നമുക്കൊരു സൈഡിൻ്റെ നീളം കിട്ടാൻ എന്ത് വേണം? റൂട്ട് കണ്ടുപിടിക്കണം അല്ലേ. 169ൻ്റെ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് 49 നമുക്ക് 7 എന്നറിയാം, അല്ലെങ്കിൽ 25 ആണെങ്കിൽ 5 ആണെന്നറിയാം, അല്ലെങ്കിൽ 100 ആണെങ്കിൽ 10 ആണെന്നറിയാം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാം അല്ലേ. പക്ഷെ 169 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തു നോക്കണം അല്ലേ. നമ്മൾ മുമ്പ് കാണിച്ചിരുന്നു. അങ്ങനെ 169 ഹരിക്കണം. ഇവിടെ നോക്കിയേ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഇവിടെ ഒറ്റ സംഖ്യയാണ് അല്ലേ. അപ്പോൾ നമുക്ക് 2 കൊണ്ട് പറ്റില്ല. പിന്നെയോ 4 കൊണ്ട് പറ്റുമോ? ഒറ്റ സംഖ്യ അതുകൊണ്ട് 4 കൊണ്ട് പറ്റൂല. പിന്നെ 6 കൊണ്ട് പറ്റൂല, 8 കൊണ്ട് പറ്റില്ല, 10 കൊണ്ട് പറ്റില്ല. ഇതുകൊണ്ടൊന്നും പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഈവൺ നമ്പറല്ല, ഓഡ് നമ്പറാണ് വന്നിട്ടുള്ളത് അല്ലേ. 3 കൊണ്ട് പറ്റുമെന്ന് നോക്കിയേ. 3 കൊണ്ട് പറ്റുന്ന എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നാം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൂട്ടി നോക്കാം അല്ലേ. അപ്പോൾ 6ഉം 1ഉം 7ഉം 9ഉം 16. അപ്പോൾ 16നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. 5 × 3 15 അല്ലേ. പക്ഷേ ഇവിടെ 16. അപ്പോൾ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 3ഉം പറ്റില്ല. പിന്നെ 4 പറ്റുമോ? പറ്റില്ല. ഇനി 5 പറ്റുമോ? 5 പറ്റണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഒന്നുകിൽ 0 വേണം, അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തല്ലേ. അതല്ലെങ്കിൽ 5 വേണം. 5ഓ 0ഓ വേണം. ഇത് രണ്ടും ഇല്ല. അപ്പോൾ 5 കൊണ്ടും പറ്റില്ല.
ഇനി 6 കൊണ്ടും പറ്റില്ല. ഇനി നമുക്ക് 7 കൊണ്ട് പറ്റുമോ? 7 കൊണ്ട് ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ ഒരു എളുപ്പപ്പണിയുണ്ട്. എന്താണെന്നറിയോ? ഇപ്പോൾ ഞാൻ വേഗം പറഞ്ഞുതരാം. ഇപ്പോൾ 169 ഇതിന് നമ്മൾ അവസാനത്തെ ഈ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ നമ്മൾ എടുക്കുക. ഇത് എത്രയാണ്? 9 അല്ലേ? അപ്പോൾ 9നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 18 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 9 കഴിഞ്ഞ് ബാക്കിയുള്ള സംഖ്യ ഉണ്ടല്ലോ 16 അല്ലേ? ഈ 16ൽ നിന്ന് ഈ 18നെ കുറയ്ക്കുക. അപ്പോൾ നമ്മൾ ചിഹ്നം നോക്കണ്ട. അപ്പോൾ 16ന് 18 കുറക്കുക, അല്ലെങ്കിൽ 18ന് 16 കുറക്കുക. കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും അല്ലേ? 2നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഇതിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി അതേസമയം ഇപ്പോൾ നോക്കിയാൽ 203 ഇതൊരു സംഖ്യയാണ് അല്ലേ? ഇതിനെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇവിടെ ചെയ്ത് അതേ കാര്യം ചെയ്യാം. അതെ, 1ന്റെ സ്ഥാനത്താണ് 3 അല്ലേ? അപ്പോൾ 3നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് വരും? 3 × 2 6. ഇനി എന്ത് ചെയ്യണം? ഈ 20ൽ നിന്ന് ഈ 6നെ നമ്മളൊന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 14 കിട്ടി. 14 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? പറ്റും അല്ലേ? 14 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 203നെയും നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്കിവിടെ 7 കൊണ്ട് പറ്റില്ല, അത് പിന്നെ 8 കൊണ്ട് പറ്റില്ല അല്ലേ? 3 കൊണ്ട് പറ്റാത്ത കാരണം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ പോയി പിന്നെ ഇതിന് ഓരോ വിദ്യകളുണ്ട്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഇപ്പം കൺഫ്യൂഷൻ ആവും. അതിൻ്റെ സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതേപോലെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ ഒരു സൂത്രപ്പണിയുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് എല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് വേണ്ട. ചുരുക്കി പറഞ്ഞാൽ ഇതിനെ നമുക്ക് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. 13 അതായത് നോക്കിയേ, 169 ഹരിക്കണം 13. 1ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബാക്കി 16ൽ 13 ഒരു പ്രാവശ്യം അല്ലേ? ഒരു പ്രാവശ്യം. ബാക്കി 13 കഴിഞ്ഞിട്ട് ബാക്കി 3 ഉണ്ട്. 39. 39ൽ 3 പ്രാവശ്യം. അപ്പോൾ 13 ഇങ്ങനെയാണ് കിട്ടുക. അതായത് 169 എന്ന് പറഞ്ഞാൽ എന്താണ്? 13 × 13 ആണ് 169 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വശത്തിന് നീളം എങ്ങനെ കിട്ടും? ഒരു സൈഡ് എങ്ങനെ കിട്ടും? സ്ക്വയറിൻ്റെ ഒരു സൈഡ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം അല്ലേ? റൂട്ട് 69 എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂട്ട് 69 എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ പോകും അല്ലേ? അതായത് 13നെ 2 പ്രാവശ്യം ഗുണിച്ചാലാണ് നമുക്ക് 169 കിട്ടുക. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചെറിയ സംഖ്യ നമ്മളൊക്കെ ഇട്ട് ഇങ്ങനെ കളിച്ചിട്ട് നേരം കളയരുത്. 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ റൂട്ടും അതിൻ്റെ സ്ക്വയറും കാണാതെ തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 8ാം ക്ലാസ് 9ാം ക്ലാസ് 10 +1 +2 എപ്പോഴും ആവശ്യം വരുത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ ഈ ക്ലാസ്സിൻ്റെ അവസാനം എഴുതിത്തരാം. ഇനി നമ്മൾ മൂന്നാമത്തത് എത്രയാണ്? 400 അല്ലേ? 400 ഏരിയ തന്നിട്ടുണ്ട്. 400 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം കണ്ടുപിടിക്കാൻ എന്ത് വേണം? 400. ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പറ്റുമല്ലേ? 2 പ്രാവശ്യം 0 ഇറക്കിട്ടു. വീണ്ടും 2 100. വീണ്ടും 2 50. വീണ്ടും 2 25. ഇനി നമുക്ക് ഇനി എന്താ പറ്റുള്ളൂ? 5 പറ്റുള്ളൂ അല്ലേ? 5 25. നമ്മൾ ഗ്രൂപ്പ് തിരിക്കുമ്പോഴൊക്കെ 2 അങ്ങനെ ഗ്രൂപ്പ് തിരിച്ചു. അപ്പോൾ ഇവിടെ എന്ത് വരും? നമുക്ക് 400 നമുക്ക് എങ്ങനെ എഴുതാം? 400 = 2 സ്ക്വയർ അല്ലേ? അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ. അതായത് 2 × 2 × 5 ഹോൾ സ്ക്വയർ അല്ലേ? ഇങ്ങനെ എഴുതാം. നമുക്ക് 3 എണ്ണത്തിൽ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഇതേ രൂപത്തിൽ എഴുതാം. ഇങ്ങോട്ട് നോക്കിയാൽ 2 × 2 4, 4 × 5 20. അപ്പോൾ 20 സ്ക്വയർ. അപ്പോൾ 400 എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് 400 എത്ര വരും? റൂട്ട് 400 എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ പോകും അല്ലേ? അതായത് 20. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ് എന്ത്? ഈ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം അല്ലേ? അപ്പോൾ ഒരു സൈഡ് എത്ര ആയിരിക്കും? 20 സെൻറ്റിമീറ്റർ. ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാർഗമുണ്ട്. നോക്കിയാൽ 400 ആണ് അല്ലേ? ഇപ്പോൾ 2 പൂജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? അപ്പോൾ നോക്കിയാൽ 400. അപ്പോൾ നമുക്ക് റൂട്ട് 400 കണ്ടുപിടിക്കണമെങ്കിൽ 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 അല്ലേ? 2 പൂജ്യം ആണെങ്കിൽ 1 പൂജ്യം ഇടുക. ഇത്ര ഉള്ള വിഷയം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. എളുപ്പവിദ്യകളൊക്കെ ഞാൻ കുറേ പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കിയാൽ 900 ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ എന്ത് വേണം? 9ൻ്റെ സ്ക്വയർ റൂട്ട് 3. 3 × 3 9 അല്ലേ? ഇവിടെ 2 പൂജ്യം ആണെങ്കിൽ 1 പൂജ്യം. ഇനി 4900 ഇതാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. എന്തൊക്കെ ചെയ്യാം? 49 7 × 7 49 അല്ലേ? അപ്പോൾ 49ൻ്റെ 7 ആണ്. 2 പൂജ്യത്തിന് 1 പൂജ്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ
കുറുക്ക് ബുദ്ധികളുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ഇനി നാലാമത്തെ എത്രയാണ്? 225 അല്ലേ. നാലാമത്തത് 225 ഏരിയ തന്നിട്ടുണ്ട് നമുക്ക് 225 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 225 എങ്ങനെ എഴുതാം? 225 സീക്രട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 225 അല്ലേ. 225 2 കൊണ്ട് പറ്റില്ല. ഇനി 3 കൊണ്ട് പറ്റും നോക്കിയാൽ 2 + 2 4, 4 5 9 അല്ലേ. അപ്പോൾ 9 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 7 3 21 15 5. ഇനി 7 5 12 ഇതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം 2 × 3 6 വരുള്ളൂ. ബാക്കി 15 ഉണ്ട് ഇവിടെ. 15 3 15. ഇനി 25 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഗ്രൂപ്പ് തിരിച്ച് വരുമ്പോൾ എന്ത് വരും? 225 നമുക്ക് 3 2 3 അല്ലേ. അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്ന് എഴുതാം. അതായത് 3 × 5 ഹോൾ സ്ക്വയർ. 3 × 5 ഹോൾ സ്ക്വയർ വെച്ചാൽ 3 × 5 15 അല്ലേ. അപ്പോൾ 15 സ്ക്വയർ. അപ്പോൾ 225 എന്ന് പറഞ്ഞത് 15 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സൈഡിൻ്റെ നീളം എങ്ങനെ കിട്ടും? നമ്മളെ സമയോചിതത്തിൻ്റെ ഒരു സൈഡിൻ്റെ നീളം കിട്ടണമെങ്കിൽ ഇതിൻ്റെ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. റൂട്ട് 225 കണ്ടുപിടിക്കണം. റൂട്ട് 225 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 അല്ലേ. 15 സ്ക്വയർ പോയി, ബാക്കി 15 സെൻറ്റിമീറ്റർ. ഇനി അഞ്ചാമത്തെ ഏതാണ്? 1.69 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് വളരെ എളുപ്പ രീതിയിൽ ചെയ്യാം. അത് തൽക്കാലം ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് നമ്മൾ പഠിച്ച രൂപത്തിൽ തന്നെ ആദ്യം ഇത് ചെയ്തു നോക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ 1.69 അതിന് നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ പോയിന്റ് കളയാൻ നമ്മൾ എന്ത് ചെയ്യണം? 169 ബൈ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇവിടെ 2 സ്ഥാനം നീക്കിയിട്ടാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ 2 0 ആണ്. 2 0 എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടി നമുക്ക്. അപ്പോൾ നമുക്ക് 169 ബൈ 100 കിട്ടി അല്ലേ. ഇങ്ങോട്ട് നോക്കിയാൽ 169 എന്ന് പറഞ്ഞാൽ എന്താണ്? 13 നമ്മൾ ചെയ്തിട്ടുണ്ട്. 13 × 13 ആണ് 169 അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 169 പകരം 13 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. 13 സ്ക്വയർ ബൈ 100 പകരം എന്ത് എഴുതാം? 10 × 10 ആണ് 100 അതെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 10 സ്ക്വയർ എന്ന് എഴുതാം. അതായത് 13 ബൈ 10 ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ. ഇനി നോക്കിയേ 13 ബൈ 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 13 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പകരം എന്ത് ചെയ്താൽ മതി? ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ മതി അല്ലേ. അതായത് 1.3 ഡിവൈഡ് ചെയ്തു. അതിൻ്റെ എന്ത് കാണണം നമ്മൾ? സ്ക്വയർ. അപ്പോൾ 169 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.3യുടെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്? നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ നീളം അല്ലേ. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ 1.69 അതാണ് നമ്മുടെ വിസ്തീർണം, അതായത് പരപ്പളവ്. അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. നമുക്ക് എത്ര കിട്ടും? ഈ സ്ക്വയർ പോയി ബാക്കി എന്ത് വരും? 1.3. ഇനി നോക്കിയാൽ ഞാനൊരു എളുപ്പപ്പണി പറഞ്ഞുതരാം. നിങ്ങളോട് ശ്രദ്ധിച്ച് നോക്കിയാൽ 1.69 അല്ലേ. 169 എത്രയാണ്? 13. റൂട്ട് 169 നമുക്ക് എത്ര ആണെന്നറിയാം? 13 ആണെന്നറിയാം അല്ലേ. ഇവിടെ നോക്കിയാൽ 1.69 ആണ് നമുക്ക് കണ്ടത്. ഇവിടെ എത്ര സ്ഥാനം നീങ്ങിയിട്ടാണ് പോയിന്റ് എടുക്കുന്നത്? 2 സ്ഥാനം നീങ്ങിയിട്ടല്ലേ അല്ലേ. അപ്പോൾ നമ്മളെ സ്ക്വയർ റൂട്ടിൽ എത്ര വരും? ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. ക്ലിയർ ആയില്ലേ? അതായത് ഇവിടെ എത്ര സ്ഥാനം നീക്കിയാണ് പോയിന്റ് എടുക്കുന്നത് അതിൻ്റെ പകുതി ഇതിൽ പോയിന്റ് ഇട്ടാൽ മതി. ഇവിടെ ഇപ്പം 4 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര എണ്ണം? 4ന് 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. ഇനി ആറാമത്തെ എന്താണ്? 6/1/4 അല്ലേ. അപ്പോൾ 6/1/4 അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? 6/1/4 നമുക്ക് വിഷമ ഭിന്നത്തിലേക്ക് ഒന്ന് മാറ്റി എഴുതാം. അതങ്ങനെ ചെയ്യാം. ഇവർ തമ്മിൽ ഗുണിക്കും അല്ലേ. അതിൻ്റെ കൂടെ ഇത് കൂട്ടും. അപ്പോൾ 6 × 4 24 24 + 1 25. അപ്പോൾ ഇതിനെ നമുക്ക് 25/4 എന്ന് എഴുതാം. ഇനി 25/4 നമുക്ക് എന്ത് എഴുതാം? 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 5 ആണ് അല്ലേ. 5 സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ 5 സ്ക്വയർ ബൈ 4 എന്ന് പറഞ്ഞാലോ 2 × 2 4 അല്ലേ. അപ്പോൾ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. അതന്നെയാണ് ഇത് അല്ലേ. ഒരു വ്യത്യാസവും ഇല്ല. ഇനി നോക്കിയേ 5 സ്ക്വയർ ബൈ 2 സ്ക്വയർ അല്ലേ. നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് 5/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ചെയ്ത അതേ രൂപത്തിൽ സീക്വൽ ടു 5/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/2 എന്ന് വെച്ചാൽ 2.5 അല്ലേ. 2.5. അപ്പോൾ 2.5ന്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ 6/1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് സംഭവം? 2.5ന്റെ സ്ക്വയർ ആണിത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം?
ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം അല്ലേ? വൺ സൈഡ്, ഒരു വശത്തിൻ്റെ നീളം ഏതിൻ്റെ? നമ്മളെ സ്ക്വയറിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? റൂട്ട് 6/1/4. അപ്പോൾ റൂട്ട് 6/1/4 എത്രയാണ്? 2.5 അല്ലേ? സ്ക്വയർ പോയി ബാക്കി 2.5 സെൻറ്റിമീറ്ററിലെ, സോറി മീറ്ററിലാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് മീറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ 1 തൊട്ട് 15 വരെയുള്ള സംഖ്യയുടെ സ്ക്വയർ ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഇനിയിപ്പോൾ 8ലും 9ലും 10ലും ഒക്കെ +1ലും +2ലും ഒക്കെ ഇത് ആവശ്യം വരും. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇപ്പോൾ 4ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 2, 36ൻ്റെ സ്ക്വയർ റൂട്ട് 6, 196ൻ്റെ സ്ക്വയർ റൂട്ട് 14. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ തിരിച്ചും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ